ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് LICയിൽ നിലവിലുള്ള പെൻഷൻ പ്ലാനുകൾ ഏതെല്ലാമാണ്, നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പെൻഷൻ പ്ലാൻ എങ്ങനെ തിരഞ്ഞെടുക്കാം, ഇതാണ് ഞാനിന്ന് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. LICയിൽ നമ്മൾക്കിപ്പോൾ ഒരാൾക്ക് എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, മെറ്റിൻ എനിക്ക് ഏറ്റവും നല്ലൊരു പെൻഷൻ പ്ലാൻ സജസ്റ്റ് ചെയ്യാമോ? സജസ്റ്റ് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. പക്ഷേ ഞാൻ ഒരാൾക്ക് ഒരു ബെസ്റ്റ് പെൻഷൻ പ്ലാൻ സജസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഒരാളുടെ ബെസ്റ്റ് പെൻഷൻ പ്ലാൻ ആയിരിക്കില്ല മറ്റൊരാളുടെ ബെസ്റ്റ് പെൻഷൻ പ്ലാൻ. കാരണം ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും, വരുമാന രീതികൾ വ്യത്യാസം ഉണ്ടാവും, അവരുടെ കയ്യിലുള്ള ഫണ്ടിൻ്റെ അവൈലബിലിറ്റി വ്യത്യാസം ഉണ്ടാവും, ഹെൽത്തി ആണോ, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾക്കൊരു ബെസ്റ്റ് പെൻഷൻ പ്ലാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ LICയിലുള്ള പെൻഷൻ പ്ലാനുകൾ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഇമ്മീഡിയറ്റ് പെൻഷനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, അതായത് ഇന്ന് ഞാനൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് എനിക്ക് പെൻഷൻ കിട്ടണം, അങ്ങനെയാണ് എങ്കിൽ, അതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ, നമ്മൾക്ക് LICയിൽ അവൈലബിൾ ആയിട്ടുള്ള പെൻഷൻ, അതായത് സിംഗിൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ബൾക്ക് എമൗണ്ട് ഇട്ടാലാണ് നമ്മൾക്ക് നല്ലൊരു പെൻഷൻ എമൗണ്ട് കിട്ടുള്ളൂ. അതിലുള്ള ഒരു പ്രൊഡക്റ്റാണ് LIC ജീവൻ അക്ഷയ് 7, ടേബിൾ നമ്പർ 857. ജീവൻ അക്ഷയിനെ കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾക്ക് ഏത് ഓപ്ഷനിലാണോ, അതായത് നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സിംഗിൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് കിട്ടുന്ന വേറൊരു പ്രൊഡക്റ്റാണ് സരൾ പെൻഷൻ. ഇതിലെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജീവൻ അക്ഷയും സരൾ പെൻഷനും തമ്മിലുള്ള വ്യത്യാസം, രണ്ടും ഇമ്മീഡിയറ്റ് പെൻഷനാണ്. പക്ഷേ സരൾ പെൻഷനിൽ ഇപ്പോൾ നമ്മൾക്കൊരു എമർജൻസി വന്നു, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് റീഫണ്ട് വാങ്ങിക്കുവാണെങ്കിൽ ജീവൻ അക്ഷയനെ കമ്പയർ ചെയ്യുമ്പോൾ സരൾ പെൻഷനിൽ കുറച്ച് സറണ്ടർ വാല്യൂ എന്ന് പറയും. നമ്മളൊരു പെൻഷന് വേണ്ടിയിട്ടാണ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്, പക്ഷെ എന്നാലും ഒരു എമർജൻസി വന്നാൽ നമുക്കത് വിഡ്രോ ചെയ്യേണ്ടി വന്നാൽ സരൾ പെൻഷനിൽ സറണ്ടർ വാല്യൂ കൂടുതലായിരിക്കും. സരൾ പെൻഷൻ്റെ ടേബിൾ നമ്പർ 862. അതുപോലെ ജീവൻ അക്ഷയിൽ ഉള്ള അത്രയും ഓപ്ഷൻസ് നമുക്ക് സരൾ പെൻഷനിൽ അവൈലബിൾ അല്ല. രണ്ടിൻ്റെയും ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ കയ്യിലൊരു ബൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ പെൻഷൻ ആവശ്യമില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ഇൻകം ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് മതി, അങ്ങനെ 1 വർഷം മുതൽ 5 വർഷം വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിട്ട്, അതായത് ഡെഫർ ചെയ്യാന്ന് പറയും, വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെൻഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യാവുന്ന ഒരു പെൻഷൻ പ്ലാനാണ് ജീവൻ ശാന്തി. ജീവൻ ശാന്തിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര നാൾ വെയിറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മളുടെ പെൻഷൻ എമൗണ്ട് കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഇന്നിട്ട് നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് കിട്ടുന്ന പെൻഷൻ എമൗണ്ട് ആയിരിക്കില്ല 1 ഇയർ വെയിറ്റ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 ഇയർ, അതായത് നമ്മൾ ഇയർ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് നമ്മളുടെ പെൻഷൻ എമൗണ്ട് കൂടുതലായിരിക്കും. ജീവൻ ശാന്തിയുടെ ടേബിൾ നമ്പർ വരുന്നത് 758. ഇതിൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പെൻഷൻ വേണം, ഇപ്പം ഞാൻ ഈ പറഞ്ഞതിലെല്ലാം, ഇപ്പം ജീവൻ അക്ഷയ് 7 ആണെങ്കിലും സരൾ പെൻഷൻ ആണെങ്കിലും ജീവൻ ശാന്തി ആണെങ്കിലും ഇതിലെല്ലാം പെൻഷൻ എമൗണ്ട് ഗ്യാരണ്ടി ആണ്. അതായത് ഇപ്പം നമ്മളുടെ യങ്ങർ ഏജിൽ നമ്മൾക്ക് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾക്ക് ഏജ് കൂടി വരുമ്പോൾ, നമ്മളുടെ വരുമാനം നിൽക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, ആ സമയത്തൊക്കെ നമ്മൾക്ക് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. അപ്പോൾ ആ സമയത്തേക്ക് കിട്ടുന്ന ഒരു പെൻഷൻ ഗ്യാരണ്ടി ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യാം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് പെൻഷൻ വേണം, നിങ്ങൾക്കിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ 10 വർഷം മുതൽ 42 വർഷം വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് പെൻഷൻ മതി എന്നുണ്ടെങ്കിൽ അതിൽ പെൻഷൻ ഗ്യാരണ്ടി അല്ല, പക്ഷെ മറ്റുള്ള ഗ്യാരണ്ടീഡ് പെൻഷൻ പ്ലാനിലേലും കിട്ടുന്നതിനേലും കൂടുതൽ ഒരു പെൻഷൻ കിട്ടാനുള്ള ചാൻസ് ഉള്ളതാണ്
പെൻഷൻ പ്ലസ്. അത് കൂടുതൽ കിട്ടാൻ ചാൻസ് എന്ന് പറയുന്നത് അവിടെ ഗ്യാരണ്ടി അല്ലെങ്കിലും നമ്മൾ അത് യൂലിപ്പ് പോളിസിയുണ്ട്. യൂലിപ്പ് പോളിസി എന്ന് പറയുന്നത് നമ്മൾ LICയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഈ പ്രീമിയം LIC ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റിലാണ്. അപ്പോൾ അതിൽ റിസ്ക് കൂടിയതുണ്ട്, റിസ്ക് കുറഞ്ഞതുണ്ട്. അതെല്ലാം ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെ പർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പെൻഷൻ പ്ലസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, അതിൽ നമ്മൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ എമൗണ്ട് മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യാം. അപ്പോൾ അത് മാർക്കറ്റിലായതുകൊണ്ട് തന്നെ മറ്റ് ഗ്യാരണ്ടീഡ് പെൻഷനിൽ കിട്ടുന്നതിനേലും കൂടിയ റേറ്റിൽ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷെ അതിലൊരു റിസ്ക്കും ഉണ്ട്. അപ്പോൾ കുറച്ച് റിസ്ക് എടുക്കാം. പക്ഷെ എന്നാലും കുറച്ച് കൂടിയ എമൗണ്ട് പെൻഷനാണ് നമുക്ക് വേണ്ടത് എങ്കിൽ നമ്മൾക്ക് ഒപ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് പെൻഷൻ പ്ലസ്. പെൻഷൻ പ്ലസ് ടേബിൾ നമ്പർ 867. ഇനി നമുക്ക് ഒരു ബൾക്ക് എമൗണ്ട് നമ്മളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനില്ല, എന്നാൽ നമ്മൾക്ക് മന്ത്ലി ഒരു എമൗണ്ട് മാറ്റി വയ്ക്കാം. ഇല്ലെങ്കിൽ ക്വാർട്ടർലി, അല്ലെങ്കിൽ ഹാഫ് ഇയർലി, അല്ലെങ്കിൽ ഇയർലി നമ്മൾക്ക് ഒരു എമൗണ്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ കുറേശ്ശെ നമ്മൾ പ്രീമിയം അടച്ച് നമ്മൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പെൻഷൻ മതി. എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് 11ാമത്തെ വർഷം മുതൽ എനിക്ക് പെൻഷൻ മതി. പക്ഷെ എൻ്റെ കയ്യിൽ ബൾക്ക് എമൗണ്ട് ഇല്ല, ഞാൻ ചെറിയ എമൗണ്ടുകൾ അടച്ചിട്ട് അങ്ങനെ പെൻഷൻ വാങ്ങിക്കണമെങ്കിൽ ഈ പറഞ്ഞ ജീവൻ ഉത്സവ് എന്ന് പറഞ്ഞ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷെ ഇതിലൊരു പെൻഷൻ പോലെ എന്ന് നമുക്ക് പറയാം. പെൻഷൻ അല്ല, പക്ഷെ പെൻഷൻ പോലെ ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് ലൈഫ് ലോങ് ഇയർലി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് LICയുടെ ജീവൻ ഉത്സവ്. ജീവൻ ഉത്സവ് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് അതിൽ നോക്കാം. അപ്പോൾ അതിൽ 11ാമത്തെ വർഷം മുതൽ വേണമെങ്കിൽ നമുക്ക് പെൻഷൻ വാങ്ങിക്കാം. മാക്സിമം 19ാമത്തെ വർഷം മുതൽ, അതാണ് മിനിമം 10 വർഷമെങ്കിലും അടയ്ക്കണം. 11ാമത്തെ വർഷം അല്ല, അടയ്ക്കുന്നത് 5 വർഷം മുതലുണ്ട്. 5 വർഷമായാലും നിങ്ങൾ പ്രീമിയം അടച്ചാൽ മതി. 5 വർഷം മുതൽ 16 വർഷം വരെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ 11ാമത്തെ വർഷം, അല്ലെങ്കിൽ നമ്മൾ ഏതാണോ പ്രീമിയം പേയിങ് ടൈം സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിൽ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു പെൻഷൻ പ്ലാൻ എന്ന് പറയാൻ പറ്റില്ല. ഇതിലൊരു ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, ലൈഫ് ലോങ് കവറേജ് വരുന്നുണ്ട്, ലൈഫ് ലോങ് റിട്ടേണും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ആണ് നമുക്ക് ജീവൻ ഉത്സവ് പോലെയുള്ള പ്രൊഡക്റ്റുകൾ എടുക്കാൻ പറ്റുള്ളൂ. ജീവൻ ഉത്സവ് ടേബിൾ നമ്പർ 771. ജീവൻ ഉത്സവിലും നമ്മൾക്ക് കിട്ടുന്ന പെൻഷൻ പോലെ കിട്ടുന്ന എമൗണ്ട് ഗ്യാരണ്ടീഡ് ആണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് പെൻഷൻ ഇതുപോലെ തന്നെ ചെറിയ എമൗണ്ട് അടച്ചിട്ട് നമ്മൾക്കൊരു 15 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് പെൻഷൻ മതി, അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ട് മതി, 25 വർഷം കഴിഞ്ഞിട്ട് മതി, 30 വർഷം കഴിഞ്ഞിട്ട് മതി. ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ജീവൻ ഉമംഗ്. ഇതിലാണെങ്കിലും പെൻഷൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമ്മൾക്ക് ചെറിയ എമൗണ്ടുകൾ അടച്ചാൽ മതി, ബൾക്കായിട്ട് വലിയൊരു എമൗണ്ട് അടയ്ക്കണ്ട. ഇതിൽ കിട്ടുന്ന പെൻഷൻ ഗ്യാരണ്ടീഡ് ആണ്. അതുപോലെ ഇതിലൊരു ഇൻഷുറൻസ് കവറേജും ലൈഫ് ലോങ് കിട്ടുന്നുണ്ട്. ഇതൊരു പക്ക പെൻഷൻ പ്രൊഡക്റ്റ് അല്ല, പെൻഷൻ പോലെ നമുക്ക് വാങ്ങിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ജീവൻ ഉത്സവമാണെങ്കിലും ജീവൻ ഉമംഗ് ആണെങ്കിലും ഇതിൽ നമ്മൾക്ക് ഈ പെൻഷൻ പോലെ കിട്ടുന്ന എമൗണ്ട് ടാക്സ് ഫ്രീ ആയിട്ട് വാങ്ങിക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി ജീവൻ ജീവൻ അക്ഷയ അല്ലെങ്കിൽ സരൽ പെൻഷൻ അല്ലെങ്കിൽ ജീവൻ ശാന്തി ഇതിലൊക്കെ കിട്ടുന്ന പെൻഷൻ നമ്മളുടെ ടാക്സിൻ്റെ സ്ലാബ് അനുസരിച്ച് നമ്മൾക്ക് മേ ബി ടാക്സബിൾ ആവാം, ടാക്സബിൾ അല്ലാണ്ടും ആവാം. അത് അന്നത്തെ ടാക്സ് സ്ലാബ് അനുസരിച്ചും നമ്മളുടെ ടോട്ടൽ ഇൻകം ടാക്സ് റൂള് ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പെൻഷൻ പ്രൊഡക്റ്റുകൾ ഒന്നും കൂടാതെ ഏറ്റവും പുതിയതായിട്ട് LICയിൽ ഒരു പെൻഷൻ പ്ലാൻ കൂടി വന്നിട്ടുണ്ട്. അതാണ് സ്മാർട്ട് പെൻഷൻ. അതിൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ജീവൻ അക്ഷയയിലുള്ള ഓപ്ഷൻസും ജീവൻ ശാന്തിയിലുള്ള ഓപ്ഷൻസിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതാണ് സ്മാർട്ട് പെൻഷൻ. അതിലാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് നമ്മൾക്ക് പെൻഷൻ വാങ്ങിക്കാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ നമുക്കിതിനെല്ലാം, അതായത് ഈ ഇമ്മീഡിയറ്റ് പെൻഷൻ കിട്ടുന്ന പ്രൊഡക്റ്റുകളെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ സ്മാർട്ട് പെൻഷനേലും എല്ലാ, അതായത് ഇതിനു മുമ്പ് ഒരു ജീവൻ ധാര 2 എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, പെൻഷൻ പ്രൊഡക്റ്റ്. അതിലും ഉണ്ടായിരുന്ന ഓപ്ഷൻസും ഇപ്പോൾ ഈ സ്മാർട്ട് പെൻഷനിലുണ്ട്. ജീവൻ ധാര 2 ഇപ്പോൾ LICയിൽ അറ്റ് പ്രസന്റ് നിലവിലില്ല, മേ ബി റീലോഞ്ച് ചെയ്യുമോയെന്ന് അറിയില്ല. പക്ഷേ ഈ ജീവൻ അക്ഷയുടെയും ജീവൻ ശാന്തിയുടെയും ജീവൻ ധാരയുടെയും ഈ 3 പ്രൊഡക്റ്റുകളുടെ ഒരു കോമ്പിനേഷൻ എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്മാർട്ട് പെൻഷൻ. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് പെൻഷനെ കമ്പയർ ചെയ്യുമ്പോൾ ജീവൻ അക്ഷയിലും അതുപോലെ ജീവൻ ശാന്തിയിലും ഒക്കെ പെൻഷൻ എമൗണ്ട് കുറച്ച് കൂടുതലാണ്. അതായത് RBI റീപ്പോ നിരക്ക് കുറച്ചിട്ടും ജീവൻ അക്ഷയിലെയും ജീവൻ ശാന്തിയിലെയും സരൾ പെൻഷനിലെയും ഒന്നും റേറ്റ് കുറച്ചിട്ടില്ല നമ്മൾ ഇന്ന് വരെ. അത് നാളെ എങ്ങനെയാവുമെന്ന് നമുക്കറിയില്ല, എപ്പോൾ വേണമെങ്കിലും അത് റിവൈസ് ചെയ്യാം. അപ്പോൾ ഈ കൂടിയ റേറ്റിൽ നിങ്ങൾക്ക് പെൻഷൻ വാങ്ങിക്കാവുന്ന ഒരു ചാൻസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പറ്റുന്നവരത് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇതാണ് ഏകദേശം നമുക്ക് ഏത് പെൻഷൻ പ്ലാൻ സെലക്ട് ചെയ്യണം എന്നുള്ളതിൽ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ സർവീസിങ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൺസൾട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ പ്രൊഡക്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ ആ ടേബിൾ നമ്പർ, LIC ആ പ്രൊഡക്റ്റിൻ്റെ പേര് ടേബിൾ നമ്പർ അടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോകൾ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ പേരും ടേബിൾ നമ്പറും മലയാളം എന്നടിച്ചാൽ ഞാനല്ല വേറെ ആര് ചെയ്തിരിക്കുന്ന വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പെൻഷൻ പ്ലാൻ ജോയിൻ ചെയ്യുന്നതും. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഞാൻ ചെയ്തിരിക്കുന്ന പോളിസികളിൽ പകുതിയിൽ കൂടുതലും വന്നിരിക്കുന്നത് ഈ പെൻഷൻ പ്ലാനുകളാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പെൻഷൻ പ്ലാനുകളാണ് കൂടുതലും വന്നിരിക്കുന്നത്. അതുപോലെ ഇത്രയും വലിയ പ്രീമിയങ്ങളും LICയിൽ ഈ പെൻഷൻ പ്ലാനിലേക്ക് വരാനായിട്ടൊരു കാരണം, അതായത് ഇപ്പം നമ്മളുടെയൊക്കെ സമയത്ത് നമ്മൾ ചിലപ്പോൾ പാരൻസിൻ്റെ കൂടെ ഉണ്ടാവും, മക്കൾ പാരൻസിൻ്റെ കൂടെ ഉണ്ട്, അല്ലാതെ ഒത്തിരി പേര് പുറത്തേക്കൊക്കെ പോകുന്നു. അപ്പോൾ പാരൻസ് തന്നെയാണ് നാട്ടിൽ. ആ ഒരു ട്രെൻഡ് കൂടിയാണ് വരുന്നത്. അതായത് കുട്ടികൾക്കൊന്നും നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ല, എല്ലാവരും പുറത്തേക്ക് പോകുന്നു. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ആദ്യം ഇപ്പം അതായത് ഗൾഫ് കൺട്രീസിലേക്കല്ല യൂറോപ്യൻ കൺട്രികളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനാണ് നോക്കിയിരുന്നത്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം കുറവായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയുള്ളവർ പോലും നാട്ടിൽ, അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് തിരിച്ച് നാട്ടിൽ വന്നാൽ ഇവിടെ ഒരു ഗ്രിപ്പ് വേണം എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം പല കൺട്രീസിലും നിയമങ്ങൾ മാറാം. എപ്പോഴാണെങ്കിലും അവർ അവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞാൽ തിരിച്ചു പോരേണ്ട ഒരു സിറ്റുവേഷനിൽ ഇവിടെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു സാഹചര്യങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ എൻ്റെ ടോട്ടൽ പ്രീമിയം എന്ന് പറയുന്നത് 1,77,00,000 വന്നത്. ഇതിൽ ഓൾമോസ്റ്റ് പ്രീമിയം വന്നിരിക്കുന്നതും പെൻഷൻ പ്ലാനിലാണ്. അപ്പോൾ പെൻഷൻ്റെ ആവശ്യകത അത്രയേറെ കൂടുകയാണ്. കാരണം നാട്ടിൽ കുട്ടികളെല്ലാം പുറത്തേക്ക് പോകുന്നു, മറ്റ് കൺട്രീസിലേക്ക് പോകുന്നു, അവർ തിരിച്ചു വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാരൻസിനെ സംബന്ധിച്ച് കുട്ടികൾ അടുത്തില്ല, അപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല എങ്കിൽ ഭാവിയിലേക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇപ്പം പുറത്ത് പോകുന്നവർക്കാണെങ്കിലും നാളെ ബൈ ചാൻസ് എന്തെങ്കിലും കാരണം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, അവിടെ സെറ്റിൽ ആവാം എന്ന് വിചാരിച്ചാണ് പോകുന്നത് എങ്കിലും എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നാട്ടിലേക്ക് വരേണ്ടി വന്നാൽ നമ്മൾക്കിവിടെ ഒരു ഗ്രിപ്പ് ഉണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഈ ജോയിൻ ചെയ്തതിൽ NRIs ആണ് കൂടുതൽ. അവരും മേ ബി ചിലപ്പോൾ അവർ വരില്ലായിരിക്കാം, പക്ഷെ അവരുടെ NRE അക്കൗണ്ടിൽ നിന്നാണ് ഈ എല്ലാ പ്രീമിയങ്ങളും അടയ്ക്കുന്നത് എങ്കിൽ NREയിലേക്ക് തന്നെ വേണമെങ്കിൽ അവർക്ക് തിരിച്ചു വാങ്ങിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.